അപ്പം എ ഹെക്സഗണൽ പിരമിഡ് സൈഡ് ഓഫ് ബേസ് 20 mm. അപ്പോൾ ഹെക്സഗണൽ പിരമിഡിന്റെ ബേസിന്റെ സൈഡ് 20 mm ആൻഡ് ഹൈറ്റ് 55 mm. ഹൈറ്റ് 55 mm. റെസ്റ്റ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ്. ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്തത്. അപ്പം വലതുവശത്ത് നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ കോർണറിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വലതുവശത്ത് കോർണർ വെച്ചിട്ടാണ് നമ്മൾ വലത്തോട്ട് ഇൻക്ലിനേഷൻ കൊടുക്കുക. ഇപ്പോൾ ഇടത്തോട്ടാണ് ഇൻക്ലിനേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടതുവശത്ത് കോർണർ വെച്ചിട്ട് വേണം ഇടത്തോട്ട്. ഇപ്പം ഒരു ഈവൻ നമ്പറുള്ള സൈഡ് ആകുമ്പോൾ വലതുവശത്ത് കോർണർ വെച്ചാൽ തീർച്ചയായിട്ടും ഇടതുവശത്തും കോർണർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ വേണം ഇൻക്ലിനേഷൻ കൊടുക്കാം. അതേസമയം ഓഡ് നമ്പർ സൈഡുള്ള ഒരു ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് കോർണർ ആണെങ്കിൽ മറ്റൊരു വശത്ത് എഡ്ജ് ആയിരിക്കും. അപ്പം കോർണറുള്ള വശത്തോട്ട് തന്നെ നമ്മൾ ഇൻക്ലിനേഷൻ കൊടുത്തെങ്കിലും ഉള്ളവൻ കോർണറിൽ റെസ്റ്റ് ചെയ്തുള്ളൂ. അല്ലാതെ എഡ്ജുള്ള വശത്തോട്ട് ഇൻക്ലിനേഷൻ കൊടുത്താൽ അവൻ എഡ്ജിലായിരിക്കും റെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഓർക്കണം. റെസ്റ്റ് ഓൺ എ കോർണർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ തന്നെ അതിനനുസരിച്ച് ഫിഗർ വരച്ചെങ്കിലേ ഉള്ളൂ കോർണർ റെസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഓഫ് ഇറ്റ്സ് ബേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി സ്ലാന്റ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ ഈസ് വെർട്ടിക്കൽ. അപ്പം ഒരു കോർണർ ആകുമ്പോൾ ആ കോർണറിൽ നിന്ന് ഒരു എഡ്ജ് ഉണ്ടാവും. അപ്പം ആ കോർണർ എഡ്ജിനെയാണ് നമ്മൾ പിരമിഡിന്റെ ആ എഡ്ജിനെയാണ് നമ്മൾ സ്ലാന്റ് എഡ്ജ് എന്ന് വിളിക്കുക. മറ്റേത് നമ്മൾ ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കും. ഈ കോയിൽ സ്ലാന്റ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ വന്നേക്കുന്നത്. പക്ഷേ ഇൻക്ലിനേഷൻ ആംഗിൾ അല്ല എത്രയാണ് വന്നേക്കുന്നത്? വെർട്ടിക്കലിനാണ്. അതായത് ഇൻക്ലിനേഷൻ എത്രയാണ്? 90 ഡിഗ്രി ആണ്. പിന്നെ നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇപ്പം എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആക്കണം. അപ്പം അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. അതുകൂടാതെ അന്നേരം നമ്മുടെ ആക്സിസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ആക്സിസ് ഇതിന്റെ സെന്ററിൽ നിന്ന് ഇപ്പം ചെരിഞ്ഞായിരിക്കും. ഈ ആക്സിസ് എന്ത് ചെയ്യണം? വി പിക്ക് കൂടെ ഇൻക്ലിനേഷൻ കൊടുത്ത് ഇങ്ങനെ കൊടുക്കണം. അന്നേരം എന്താ? ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റിലേക്ക് കൊടുക്കാം. ഇത് കാര്യം ഈ ആക്സിസ് ഇംഗ്ലണ്ട് ആണ്, അത് ടോപ്പ് വ്യൂവിൽ ഇപ്പോൾ റെഡ്യൂസ്ഡ് ആണ്. എങ്കിലും ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ആ റെഡ്യൂസ്ഡ് ലെങ്ത് ഓഫ് ദി ആക്സിസിന് നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ കൊടുക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം കോർണർ വരുന്നത് എക്സ്വനെ വെച്ചിട്ട് ഒരു വശത്ത് കോർണർ വരുന്നത് പോലെ വേണം നമ്മൾ ഹെക്സഗൺ എടുക്കാൻ. ഹെക്സഗൺ ആയതുകൊണ്ട് രണ്ട് വശത്ത് കോർണർ വന്നെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇപ്പൊ ഈ ഒബ്ജക്റ്റില് നമ്മൾ ഡാർക്കായിട്ടും അതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഇപ്പൊ കാര്യം പിരമിഡ് ആയതുകൊണ്ട് സെന്ററിലേക്കുള്ള എഡ്ജുകളെല്ലാം ഉണ്ട്. അപ്പൊ സെന്ററിലോട്ടുള്ള എഡ്ജുകളും വരയ്ക്കണം. അപ്പം എ ബി സി ഡി ഇ എഫ് ഓ ഇപ്പൊ ഇത്രയും വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ പൂർത്തിയായി. ഇനി ഇവിടുന്ന് എല്ലാം പ്രൊജക്ട് ചെയ്യണം ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂയിലോട്ട്. എല്ലാ പോയിന്റുകളും നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടാനുള്ളത്. അപ്പൊ അത് ആ പ്രൊജക്ഷൻ പക്ഷേ 2H വെച്ചാണെങ്കിൽ വളരെ ലൈറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ബേസ് നേരം ഡാർക്കായിട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്സിസ് വരയ്ക്കണം. പോയി നിന്ന് ആക്സിസ് നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പം അതുപോലെ ആക്സിസ് 55 mm ഹൈറ്റിൽ നമ്മൾ ആക്സിസ് വരയ്ക്കുന്നു. ആക്സിസിൽ നിന്ന് എല്ലാ എഡ്ജുകളിലേക്കും. അപ്പം ഇവിടെ ബിയും സിയും ഉണ്ട് ഇവിടെ ആയിട്ട്. ആ ബിയിലേക്ക് നമ്മൾ പോയിന്റുകൾ ഇവിടെ ഞാൻ ചെയ്യാം. എ ഡാഷ്, ഇത് ബി ഡാഷ്, ബ്രാക്കറ്റിൽ എഫ് ഡാഷ് വരും ഈ പോയിന്റ്. അതുപോലെ ഇത് ഇ ഡാഷ്, ഇത് സി ഡാഷ്, ബ്രാക്കറ്റ് ഇ ഡാഷ് ഈ പോയിന്റ്. അതുപോലെ ഡി ഇവിടെ. അപ്പൊ നമുക്കറിയാം എല്ലാ പോയിന്റിൽ നിന്നും ഓയിലേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പറയുന്ന ഈ സാധനം ഡി ഡാഷിന് മാത്രം, ഡി ഡാഷിൽ നിന്ന് എ ഡാഷിൽ നിന്ന് മാത്രം പച്ചപ്പോര ഇവിടെ നിന്ന് വയ്ക്കാം. അപ്പൊ ഇവിടെ നിന്നുള്ളതിന്റെ നേരെ ബാക്കിലായിട്ടാണ് ഇത്. ഇയും എഫും ബിയും എഫും ഒരേ പോയിന്റ് ആയതുകൊണ്ട് ബി എന്നുള്ളത് ഓയിലേക്കുള്ളത് എഫ് എന്നുള്ള ഓയിലേക്കുള്ളതും ഒരേ ലൈൻ തന്നെ ആയിരിക്കും. അതിനകത്ത് എഫ് എന്നുള്ളത് ബാക്കിലാണ്, ഇൻവിസിബിൾ ആണ്. വിസിബിൾ എടുത്ത് അതിന്റെ ഫ്രണ്ടിലാണത്. അപ്പം വിസിബിളും ഇൻവിസിബിളും ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിസിബിൾ ആണ് വരയ്ക്കുക, ഇൻവിസിബിൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫിഗർ ഇവിടെ പൂർത്തിയായി. ഇനി നമ്മുടെ സെക്കൻഡ് ഫിഗർ നമ്മൾ ഇൻക്ലിനേഷൻ കൊടുത്ത് വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ബേസിന് ഇൻക്ലിനേഷൻ കൊടുക്കും, ആക്സിസിന് ഇൻക്ലിനേഷൻ കൊടുക്കും, അല്ലെങ്കിൽ സ്ലാൻഡേഴ്സിന് ഇൻക്ലിനേഷൻ കൊടുക്കും. ഈ ക്വസ്റ്റിന്റെ സ്ലാൻഡേഴ്സിനാണ് ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത്. ആ ഇൻക്ലിനേഷൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിന്റെ ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ലൈൻ, ഈ സ്ലാൻഡേഴ്സ് നമ്മളിവിടെ വെർട്ടിക്കലായിട്ട് മാറ്റി വരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് ആ ആംഗിളിൽ ഉള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ ഇവിടുത്തെ ഈ ആംഗിൾ സെയിം ആണ്. ഓക്കെ. അപ്പോൾ പടം വരയ്ക്കുമ്പോൾ ആ ആംഗിൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വരച്ചിരുന്നത്. അപ്പോൾ ഈ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്താണ് നമ്മളിവിടെ എടുക്കേണ്ടത്.
അതുപോലെ ഈ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണോ അതാണ് നമ്മൾ മേളിലോട്ട് എടുക്കുന്നത്. ഇത്തിരി കൂടുതൽ എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം ജോലി ചെയ്യും. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു എഡ്ജും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആക്സിസ് കൂടെ വയ്ക്കാം. ആക്സിസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ പൂർത്തിയായി. ഇനി പോയിന്റുകളെല്ലാം ഇവിടുത്തെ ഇവിടെ ഞാൻ എഴുതിയത് ഈ പോയിന്റുകളെല്ലാം ഇവിടെ ഞാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഫിഗർ ആകുമ്പോൾ 1 ചേർത്താൽ മതി. 1' ഈ 1' ബ്രാക്കറ്റിൽ F1' അതുപോലെ ഇവിടെ വരുമ്പോൾ C1' ബ്രാക്കറ്റിൽ E1' ഇവിടെ E1'. മുകളിലുള്ളത് O1'. ഇനി എല്ലാ പോയിന്റിൽ നിന്നും താഴോട്ട് പ്രൊജക്ട് ചെയ്യണം. ഈ O', D' എന്ന് പറയുന്ന ലൈനെ ഞാനിപ്പോൾ വെർട്ടിക്കൽ ആക്കിയതുകൊണ്ട് ഈ ലൈൻ ഇനി താഴോട്ടുള്ള പൊസിഷൻ ഒരൊറ്റ ലൈനായിരിക്കും. O'യിൽ വരുന്നതും Dയിൽ വരുന്നതും ഒരേ ലൈനായിരിക്കും. ബാക്കി എല്ലായിടത്തുനിന്നും നമ്മൾ ലൈറ്റ് ആയിട്ടോ നമ്മുടെ ഒബ്ജക്റ്റ് വരയ്ക്കുന്ന ഡാർക്ക്നെസ്സിലല്ല നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നത്. അത് വളരെ ലൈറ്റ് ആയിട്ടാണ് വരയ്ക്കുക. വെച്ച് ഈ തന്നെ തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ഒബ്ജക്റ്റ് ഈ വരകളുടെ ഇടയിൽ കൂടെ നമ്മുടെ ഒബ്ജക്റ്റ് നല്ല തെളിഞ്ഞ് കാണാൻ പാകത്തിനാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി ഓരോരുത്തർ നിന്നും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പം എ എന്നുള്ള പോയിന്റും എ എന്നുള്ള ഇതും കൊടുക്കുമ്പോൾ ഇത് A1, ബി എന്നുള്ളതും B1, അതുപോലെ ഇവിടെ C1, D1, E1, F1, പിന്നെ O1. ഇപ്പൊ D1ഉം O1ഉം ഒരേ പോയിന്റ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ അതിനകത്ത് മുകളിലുള്ളത് O1 ആണ്. ഇത് ടോപ്പ് വ്യൂ ആണ്. മുകളിലുള്ളത് O1 ആണ്. സോ O1 ആണ് വിസിബിൾ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ O1 ബ്രാക്കറ്റ് D1 ഇങ്ങനെയാണ്. ഇനി ബേസ് വിസിബിൾ ആണോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വിസിബിൾ ബേസ് ഉണ്ടെങ്കിൽ ആ വിസിബിൾ ബേസിൽ എല്ലാ എഡ്ജും വിസിബിൾ ആക്കാന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്സ് ജോയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒബ്ജക്റ്റ് ബേസ് താഴെയായിട്ടാണ്. അപ്പം ഡയറക്ട്ലി ബേസ് വിസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഏറ്റവും ഔട്ടർ എഡ്ജസ് വിസിബിൾ ആക്കാന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഔട്ടർ എഡ്ജസ് എന്ന് പറയുന്നത് ഈ ബേസിന്റെ എഡ്ജൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ പോയിന്റ് O'യിൽ നിന്നും നമ്മൾ എല്ലായിടത്തോട്ടും ഇനി വേണ്ടത് ഏറ്റവും മുകളിലുള്ള എഡ്ജസ് ഏതൊക്കെയാണല്ലോ. അപ്പൊ മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫിന്റെ മേളിലോട്ടുള്ള പോർഷൻ തന്നെ A, B, F ഇത് 3 മുകൾ ഭാഗത്താണ്. C, E, D അതിന്റെ താഴത്തെ പോർഷനാണ് വരിക. അങ്ങനെ വരുമ്പോൾ എയിൽ നിന്ന് ഏറ്റവും മേലാണ് അതുകൊണ്ട് എയിൽ നിന്ന് ഓയിലേക്കുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ട് വരയ്ക്കാം. ബിയിൽ നിന്നും എഫിൽ നിന്നും ഉള്ളത് നമുക്ക് ഓയിലേക്കുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ട് വരയ്ക്കാം. പിന്നെ ഇയിൽ നിന്ന് സിയിലേക്കുള്ളത് ബാക്കിലാണ് വരിക. പക്ഷെ അത് ബൗണ്ടറി തന്നെ ആയതുകൊണ്ട് അത് വിസിബിൾ ആയിട്ട് വരും. ഇനി വേറെ എഡ്ജുകളൊന്നും മിച്ചമില്ല. പിന്നെ ഓയിൽ നിന്ന് ഡിയിലേക്കുള്ളത് ഇവിടെ വെർട്ടിക്കലാണ്. അത് ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രത്യേക പേരാണ്. അപ്പോൾ ഇതിനകത്ത് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ആണ്. അല്ലെങ്കിൽ ഇതൊരു എല്ലാ ക്വസ്റ്റ്യനും പോലെ നമുക്ക് 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, 40 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, 90 ഡിഗ്രി നമുക്ക് പല ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. 90 ഡിഗ്രി കൊടുക്കുമ്പോൾ ചില പോയിന്റുകൾ ഒരേ പോയിന്റ് വരുമ്പോൾ എഡ്ജുകൾ മിസ്സിംഗ് വരും. അപ്പം ഈ പോയിന്റുകൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ള ചെറിയ കൺഫ്യൂഷൻ സാധാരണ ഗതിയിൽ കാണാറുള്ളതുകൊണ്ടാണ് ഈ ഫിഗർ പ്രത്യേകം വരുന്നത്. ഇനി ഈ ഫിഗറിനകത്ത് നമ്മുടെ ആക്സസ് വരുന്നത് ഇതിന്റെ മിഡ് പോയിന്റിലാണ്. ഇപ്പം ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടുന്ന് നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടം തൊട്ട് നമ്മുടെ ഓയിലേക്ക് പോകുന്ന ഈ ലൈനാണ് ആക്സസ്. റെഡ്യൂസ്ഡ് ആണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് നമ്മൾ ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് ഈസ് ഇംഗ്ലണ്ട് അറ്റ് 30 ഡിഗ്രി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് റെഡ്യൂസ്ഡ് ലെങ്തിന് ഡയറക്ട്ലി 30 ഡിഗ്രി ഇംഗ്ലണ്ട് കൊടുക്കാം. അപ്പോൾ ഇത് പാരലാണ്. നമ്മൾ സാധാരണ ഗതിയിൽ ഈ റെക്ടാങ്കിളിനെയാണ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള റെക്ടാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഇതിന് വേണം 30 ഡിഗ്രി ഇംഗ്ലണ്ട് കൊടുത്ത് റീകൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് 30 ഡിഗ്രി കിട്ടിക്കൊള്ളും. അപ്പോൾ 30 ഡിഗ്രിയിലുള്ള ലൈൻ നമ്മൾ മാറ്റി വെക്കുന്നു. ആ 30 ഡിഗ്രിയുള്ള ലൈനിൽ ഈ ഹൊറിസോണ്ടൽ എഡ്ജ് നമ്മൾ ആദ്യം മാറ്റുന്നു. അതിനുശേഷം വെർട്ടിക്കൽ എത്രയാണോ അത് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് എടുക്കുന്നു. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പോയിന്റുകൾ മാറ്റി അതിന്റെ മിഡ് പോയിന്റ് ഇവിടെയാണ് എ വരിക. അപ്പോൾ നമുക്ക് ആ മിഡ് പോയിന്റ് ഒരു ലൈറ്റ് ലൈൻ വരയ്ക്കാം.
അത് കഴിഞ്ഞ് ഇവിടെ ഓരോ ലൈനുകൾ ഇങ്ങനെയുണ്ട്. അത് കൃത്യം ലെങ്ത് മെഷർ ചെയ്ത് തന്നെ വരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതേപോലത്തെ നമുക്ക് അവിടെ കിട്ടും. എന്നിട്ട് ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻസ് 4 എണ്ണവും അവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻസ് 3 എണ്ണവും അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ പോയിന്റും നമ്മൾ ആ മീറ്റിംഗ് പോയിന്റ് നോക്കി വരച്ചാൽ മതി. A1 ഇവിടെയാണ് വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് കൊടുത്ത് A2 ആണ്. പിന്നെ B2, C2, O2, D2, O2 ബ്രാക്കറ്റിൽ D2, E2, F2. ഈ പോയിന്റ് E2, ഈ പോയിന്റ് F2. അപ്പോൾ എല്ലാ പോയിന്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ തന്നെ എഡ്ജുകൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. അത് വളരെ ഡാർക്കായിട്ടാണ്, ബാക്കിയെല്ലാം ലൈറ്റ് ആയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇത് ഡാർക്കായിട്ടാണ് വരയ്ക്കുന്നത്. ബാക്കി 3 എഡ്ജുകളൂടെ ഡാർക്കായിട്ട് അത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എഡ്ജുകൾ ഇച്ചിരിയുടെ ലൈറ്റാണ് നല്ലതായിരുന്നു, നമുക്ക് ആ ഫിഗർ കോൺട്രാസ്റ്റിൽ കാണാൻ പാടില്ല. ഇനി എല്ലാ പോയിന്റിൽ നിന്നും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ A എന്നുള്ള പ്രൊജക്ഷൻ, B എന്നുള്ളത് വളരെ ചേർന്ന് പോട്ടെ, പിന്നെ F, C, E, ചിരമാറിട്ട് D. അപ്പോൾ എല്ലാ പോയിന്റിൽ നിന്നും വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് എല്ലാ പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്യാം. അപ്പോൾ A എന്നുള്ള വെർട്ടിക്കൽ ലൈന്, A എന്നുള്ള ഹൊറിസോണ്ടൽ ലൈന് മീറ്റ് ചെയ്യുന്നത് A2', B എന്നുള്ള വെർട്ടിക്കൽ ലൈന്, B എന്നുള്ള ഹൊറിസോണ്ടൽ ലൈന് B2', C എന്നുള്ള വെർട്ടിക്കൽ ലൈന്, C എന്നുള്ള ഹൊറിസോണ്ടൽ ലൈന് C2', D എന്നുള്ളത് D എന്നുള്ള ഹൊറിസോണ്ടൽ ഇത് C2'. അതുപോലെ E വരുമ്പോൾ ഇതാണ് E2', F എന്നുള്ളത് F2'. എല്ലാം വളരെ ചേർന്നാണ് വരും എന്നത്. പിന്നെ എല്ലാമായി പിന്നെ ഓരോ എന്നുള്ളത് O2'. അപ്പോൾ ഇവിടെ ഞാൻ നമുക്കറിയാം അപ്പഴത്തിനെ ഞാൻ താഴോട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ വരുന്നു, അപ്പഴത്തിനെ ഞാൻ മുമ്പോട്ട് ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബേസ് ബാക്കിലാണ്, ബേസ് ഇൻവിസിബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വിസിബിൾ ബേസിലെ എല്ലാ എഡ്ജും വിസിബിൾ ആക്കുക എന്നുള്ള ആ സ്റ്റെപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുക, അതായത് ഔട്ടർ എഡ്ജസ് വിസിബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ O2, A2 ഈ സൈഡിലത്തെ ഔട്ടർ എഡ്ജ്, O2, D2 ഏറ്റവും ഔട്ടർ ആ സൈഡിൻ്റെ D ആണ്. അപ്പോൾ O2, D2 വെർട്ടിക്കലാണ് ഔട്ടർ എഡ്ജ്. പിന്നെ താഴത്തോട്ടുള്ള ഔട്ടർ എഡ്ജ് A2, B2, A Bയിലോട്ടുണ്ട്, B Cയിലോട്ടുണ്ട്, C Dയിലോട്ടുണ്ട്. അപ്പോൾ എല്ലാ ഔട്ടർ എഡ്ജുകളും ഞാൻ വിസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഫ്രണ്ടിലുള്ളത് B2, C2 ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അപ്പം B2ൽ നിന്നും C2ൽ നിന്നും O2ലേക്കുള്ള എഡ്ജുകൾ വിസിബിൾ ആയിരിക്കും. അതുകൂടാതെ ഇനിയിപ്പം മറ്റേ ബാക്കിലുള്ളത് F2 ഉള്ളിലാണ്, E2 ഉള്ളിലാണ്. ഏറ്റവും ബാക്കിലുള്ള രണ്ട് കോർണറുകളും ഉള്ളിൽ കൂടി ആയതുകൊണ്ട് അത് ഇൻവിസിബിൾ കോർണറാണ്. അതിലേക്കുള്ള എല്ലാ എഡ്ജുകളും ഇൻവിസിബിൾ ആയിട്ട് വരണം. അപ്പോൾ AF ഉണ്ട്, F Eയിലോട്ടുണ്ട്, E Dയിലോട്ടുണ്ട്, പിന്നെ F Oയിലോട്ടുണ്ട്, അതുപോലെ Eയിലോട്ടും F Oയിലുണ്ട്. അപ്പം എത്ര ബേസ് എഡ്ജായി? 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6 എല്ലാ ബേസ് എഡ്ജും എല്ലാ ലാറ്ററൽ എഡ്ജും ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.